ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന് ചിലരുടെ തീരുമാനങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാധാരമായിട്ട് ഇന്നും ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 18-19 വാക്യം വായിക്കുമ്പോൾ, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവിൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ പോലെ ആക്കുന്നു, ഉന്നതങ്ങളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഇവിടെ ഹല്ലേലൂയ ഹബക്കൂക്കിൻ്റെ ഒരു തീരുമാനമാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അതിൻ്റെ മേളിൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എത്ര പ്രശ്നങ്ങളേറിയ ഒരു കാലഘട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര പ്രതിസന്ധിയേറിയ ഒരു കാലഘട്ടത്തിൽ കൂടി ഹല്ലേലൂയ പ്രവാചകൻ കടന്നു പോവുക. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും, ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ അത്തിവൃക്ഷം തളർത്തില്ലെങ്കിലും, മുന്തിരിവെളിയിൽ അനുഭവം ഉണ്ടായില്ലെങ്കിലും, ഹല്ലേലൂയ ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോയാലും, നിലങ്ങൾ ആഹാരം വിളയിക്കുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായില്ലെങ്കിലും, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും, ഇവിടെ ഹബക്കൂക്കിൻ്റെ തീരുമാനമാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. എന്താ കാരണം? യഹോവയായ കർത്താവ് എൻ്റെ ബലമാകും. എത്ര പേർക്ക് പറയുവാൻ കഴിയും, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കുമെന്ന് ഈ പ്രവാചകന് പറയണമെങ്കിൽ അവനൊരു ധൈര്യമുണ്ടായിരുന്നു. എൻ്റെ ദൈവം ആരാ? അവൻ എൻ്റെ ബലമാണ്. ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെ വന്നാലും, പ്രയാസം വന്നാലും, പട്ടിണി വന്നാലും, രോഗം വന്നാലും, എന്നെ നടത്തുന്ന ഒരു ദൈവം, ആ ദൈവം എൻ്റെ ബലമാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പ്രയാസം വരട്ടെ, പട്ടിണി വരട്ടെ, രോഗം വരട്ടെ, ദുഃഖം വരട്ടെ, ദൈവസന്നിധിയിൽ പറയാൻ നമുക്ക് കഴിയട്ടെ, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. കാരണം എന്താ? എൻ്റെ കർത്താവ് എൻ്റെ ബലമാണ്, എൻ്റെ കർത്താവ് എൻ്റെ ബലമാണ്. അവൻ എന്നെ ഉന്നതികളിൽ മേൽ നടക്കുമാറാക്കും. ചെറിയ രീതിയിലൊന്നുമല്ല നടക്കുമാറാക്കുന്നത്. അവൻ ഒരു നല്ലൊരു ദൈവത്തിന് സ്തോത്രം, അവനൊരു നല്ലൊരു ഇതുണ്ടായിരുന്നു. എന്നെ ദൈവം നടത്തും, എന്നെ പരിപാലിക്കും, എന്തു വന്നാലും എന്നെ നടത്തുന്ന ഒരുവനെയാ ഞാൻ ആരാധിക്കുന്നു. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, എന്നെ നടത്തുന്ന ഒരുവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു എന്ത് പ്രശ്നം വന്നാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അവൻ എന്നെ ഉന്നതികളിന്മേൽ നടത്തും. നമുക്കറിയാം, അതിൻ്റെ ഇതിൻ്റെ 1-ാം അധ്യായം വായിക്കുമ്പോൾ ഹല്ലേലൂയ വളരെ കരയുന്ന ഒരു പ്രവാചകനെയാണ് കാണുന്നത്, അയ്യം വിളിക്കുന്ന പ്രവാചകൻ. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നതിന് ഒത്തിരി ചിന്തിപ്പിച്ച വാക്യം അതൊക്കെ. ഹല്ലേലൂയ. കരയുന്ന പ്രവാചകൻ, കരയോ ദൈവത്തിൻ്റെ സ്തോത്രം. എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും, നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എന്താ കാരണം? സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്. കലകം നടക്കുന്നു, ശണ്ട ഉളവായി വരുന്നു. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രമാണം വിട്ടിട്ട് ജനം വഷളത്വത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത പ്രതിസന്ധി. ഇതൊക്കെ കണ്ടിട്ട് പ്രവാചകൻ ഇവിടെ കരയുക, അയ്യം വിളിക്കുക. കരയുന്ന പ്രവാചകനെയാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെയാണ് അവൻ കരയുന്നതിൻ്റെ കാരണം? നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്. കവർച്ചകൾ, സാഹസം, പിടിച്ചുപറികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് പ്രവാചകൻ അയ്യം വിളിക്കുക, കരയുക. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാത്തിരിക്കുന്ന ഒരു പ്രവാചകനെയാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ.
ഇത് നമ്മൾ പലപ്പോഴും കേൾക്കുകയും പ്രസംഗിക്കുകയും ഒത്തിരി പ്രസംഗം കേൾക്കുന്ന ഒരു വാക്യമാണ്. ദർശനത്തിനൊരു അവധി വെച്ചിന്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം. എത്ര പേർക്ക് പ്രിയമുള്ളവരെ ഇവിടെ ഹബക്കുക്കിനോട് ദൈവം തമ്പുരാൻ ഡയറക്റ്റ് സംസാരിക്കുക. 1-ാം അധ്യായത്തിൽ കരയുന്ന ഹബക്കുക്ക് പ്രവാചകൻ അയ്യം വിളിക്കുന്ന പ്രവാചകനെയാണ് കാണുന്നെങ്കിൽ 2-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കാത്തിരിക്കുന്ന ഒരു പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത്. അവനോട് പറയുക, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ ഇന്ന് കരയുന്ന വിഷയമുണ്ടല്ലോ, നീ ഇന്ന് കണ്ണുനീരൊടുക്കുന്ന വിഷയമുണ്ടല്ലോ, അതിന്മേലൊരു എനിക്കൊരു പദ്ധതിയുണ്ട് പ്രിയമുള്ളവരെ, അതിനൊരു അവധിയുണ്ട്. ഞാനത് നിനക്ക് വേണ്ടി ഒരുക്കി തരുമെന്ന്. എത്ര പേർക്ക് ഇന്ന് വിശ്വാസത്തോടെ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മേൽ, നീ കണ്ണുനീരൊടുക്കുന്ന വിഷയത്തിന് മേൽ ഹല്ലേലൂയ ദൈവം ഒരു അവധി വെച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അത് നിവർത്തിക്കുവാൻ ദൈവത്തിന് സ്തോത്രം കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇവിടെ പ്രവാചകനോട് പറയുക, ദൈവത്തിന് സ്തോത്രം, അത് സമാപ്തിയിലേക്ക് എത്തപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. നീ കാത്തിരിക്കുക, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഞാൻ ശക്തനാ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഞാൻ മതിയായവനാ. നീ കാത്തിരിക്കുക, നീ നിന്റെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ അത് ഞാൻ ഒരുക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, അത് വരും, നിശ്ചയം താമസിക്കുന്നില്ല. പ്രിയമുള്ളവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ എനിക്ക് പറയുവാനുള്ളത്, നീ കണ്ണാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയമില്ലയോ, കരയുന്ന വിഷയമില്ലയോ, അത് വരും, നിശ്ചയം, അത് താമസിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അത് തക്ക സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നെന്ന് ഈ വാക്യത്തിന് മുമ്പാകെ എനിക്ക് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇവിടെ പറയുക, നീ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് എത്തപ്പെടുന്നു. ഹല്ലേലൂയ. അത് സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി നീ കാത്തിരിക്കുക. ഹല്ലേലൂയ. അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് കാത്തിരിക്കുവാൻ കഴിയുമോ? നമുക്കൊന്ന് കാത്തിരിക്കുവാൻ കഴിയുമോ? എൻ്റെ പ്രാർത്ഥന വിഷയത്തിന് മേൽ, ഞാൻ കണ്ണുനീരൊടുക്കുന്ന വിഷയത്തിന് മേൽ അത് താമസിച്ചാലും എനിക്ക് ലഭിക്കുമെന്നുള്ള ധൈര്യത്തോട് ഹല്ലേലൂയ നമുക്ക് കാത്തിരിക്കുവാൻ കഴിയുമോ? 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ സന്തോഷിക്കുന്ന പ്രവാചകനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവേ ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പ് അതിനെ ഒന്ന് വെളിപ്പെടുത്തണമേ. പ്രാർത്ഥിക്കുക പ്രവാചകന്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ലാസ്റ്റ് വരുമ്പോൾ സന്തോഷിക്കുന്ന പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത്. ഈ ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് എത്ര പേർക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുവാൻ കഴിയും? ദൈവമേ, ആണ്ടുകൾ കഴിയുന്ന മുമ്പ് ഹല്ലേലൂയ ദൈവത്തിന് നിന്റെ പ്രവൃത്തിയെ ഒന്ന് ജീവിപ്പിക്കണമേ. ഞാൻ കരയുന്ന വിഷയങ്ങൾ, കണ്ണുനീരൊഴുക്കുന്ന വിഷയത്തിന് മേൽ ഈ ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് ദൈവമേ ഒരു മറുപടി അയക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, തലമുറയുടെ വിഷയമാണോ? ദൈവത്തിന് സ്തോത്രം. നീ കരയുന്നത്, നീ കണ്ണുനീരൊഴുക്കുന്നത്, അതിന്മേൽ പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. നീ ഒന്ന് കാത്തിരിക്കുക, നീ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം തരുവാൻ അവൻ ശക്തനാ, അവൻ മതിയായവനാ. അതുകൊണ്ട് ഹല്ലേലൂയ ലാസ്റ്റ് പറയുന്നത്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊന്ന് ആനന്ദിക്കുവാൻ കഴിയട്ടെ പ്രിയമുള്ളവരെ, നമുക്കൊന്ന് സന്തോഷിപ്പാൻ കഴിയട്ടെ. ഹല്ലേലൂയ. പ്രവാചകൻ അറിയാം, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം വലിയവ ചെയ്യും. ഞാൻ സേവിക്കുന്നവൻ ആരാ? അവൻ എൻ്റെ ബലമാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ കാലം നമുക്കും പറയുവാൻ കഴിയട്ടെ, ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം, അവൻ എൻ്റെ ബലമാ. അവൻ എനിക്ക് വേണ്ടി വലിയവ ചെയ്യും, അവൻ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ അധ്യായത്തിൽ അയ്യം വിളിക്കുന്ന പ്രവാചകനാണെങ്കിൽ, 2-ാമത്തെ അധ്യായത്തിൽ കാത്തിരിക്കുന്ന പ്രവാചകൻ, 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ സന്തോഷിക്കുന്ന പ്രവാചകൻ. കാര്യം എന്തുവാ? ദൈവം തമ്പുരാൻ അവനോട് പറയുക, നീ ഒന്ന് കാത്തിരിക്കുക, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിപ്പാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ആ നല്ല ദൈവത്തെയാണ് പ്രിയമുള്ളവരെ നമ്മളും ആരാധിക്കുന്നത്. ആ നല്ല ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ വാക്യം പറയുന്നത്, അവൻ എൻ്റെ കാൽ പേടമാൻ പോലെ ആക്കുന്നു. പേടമാൻ്റെ കാലെന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ പോകുവാൻ കഴിയുന്ന കാല, അതുപോലെ എന്നെ ആക്കുന്നെന്ന്, ഉന്നതങ്ങളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. അത്രമേൽ നമ്മളെ കൊണ്ടുപോകുവാൻ നമ്മുടെ ദൈവം ശക്തനാ പ്രിയമുള്ളവരെ.
ഹല്ലേലൂയ. അത്രമേൽ നമ്മളെ എത്തിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഇന്ന് രാവിലെ സമയം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മളെ തന്നെ ഒന്ന് ദൈവസന്നിധി സമർപ്പിക്കാം. കാത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് എത്തപ്പെടുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. ഹല്ലേലൂയ. ഈ വാക്യത്തിന് മുമ്പാകെ നമ്മളെ സമർപ്പിക്കാം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും, എൻ്റെ ദൈവം സമയത്ത് താമസിച്ചാലും എനിക്ക് വേണ്ടി നല്ലതാ ഒരുക്കുന്നത്. ദൈവമൊക്കെ വേണ്ടി ദൈവം ഒരുക്കുമ്പോൾ ഏറ്റവും സമൃദ്ധിയുള്ളതാണ് ദൈവം തരുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം, പൂർണ്ണമായി ദൈവസന്നിധി നമ്മളെ സമർപ്പിക്കുക. ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ഹബക്കുക്ക് പറഞ്ഞതുപോലെ എന്തെല്ലാം വന്നാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം എൻ്റെ ദൈവം എൻ്റെ ബലമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ ഉന്നതകളിന്മേൽ നടത്തുമാറാക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് രാവിലെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണം. അടി ഞാൻ താഴ്ത്തുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിക്ക് ആ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.